കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, രക്ഷയ്ക്കായി നിലവിളിക്കുന്നവർ, ശുദ്ധീകരണ ആത്മാക്കളോട് ബന്ധപ്പെട്ട് ഷെക്കൻ ന്യൂസിലൂടെ നടത്തി വരുന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വളരെ വിലപ്പെട്ട സമയത്തിലാണ് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിക്കുവാനും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിയോടെ പ്രാർത്ഥിക്കുവാനും, പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാതെ വേദനിക്കുന്ന ഒത്തിരിയേറെ അനാഥാത്മാക്കളുണ്ട്. അവർക്ക് വേണ്ടി കർത്താവിൻ്റെ കാരുണ്യം യാചിക്കുവാനും, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് മരണപ്പെട്ടു പോയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ തിരുമുൻപിൽ ത്യാഗമെടുത്ത് അവരുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിത്യസൗഭാഗ്യ പ്രവേശനത്തിനുമായി പ്രാർത്ഥിക്കുവാൻ സ്വർഗം തന്നിരിക്കുന്ന കൃപയുടെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ശുശ്രൂഷയുടെ ടൈറ്റിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച്, രക്ഷയ്ക്കായി നിലവിളിക്കുന്നവർ. ശുദ്ധീകരണ ആത്മാക്കൾക്ക് അവർക്കായി ഒന്നും തന്നെ ചെയ്യുവാൻ അവർക്ക് സാധിക്കുകയില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ, അവർക്കായി കർത്താവിൻ്റെ കാരുണ്യം യാചിക്കുവാനോ, തങ്ങളുടെ പാപങ്ങളെ പ്രതി അനുതപിക്കുവാനോ, മാനസാന്തരപ്പെടുവാനോ ഇനി അവർക്ക് സാധ്യമല്ല. ഈ ലോകത്തിലായിരിക്കുന്ന ഞാനും നിങ്ങളുമാണ് അവരുടെ കടങ്ങളുടെ പ്രതിക്ക് വേണ്ടി, പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി, നിത്യസൗഭാഗ്യ പ്രവേശനത്തിനു വേണ്ടി നിലവിളിയോടെ പ്രാർത്ഥിക്കേണ്ടത്. ഈ ഒരു ഉത്തരവാദിത്വം സ്വർഗം നമ്മയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ ദൗത്യത്തിൽ നിന്ന് വഴിമാറി പോകരുത്. മറ്റെന്തിനേക്കാളും ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. 42-ാം സങ്കീർത്തനം 4-ാം വചനത്തിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. എൻ്റെ ആത്മാവേ, നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിനു നെടുവീർപ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. എൻ്റെ ആത്മാവെ, നീ എന്തിനാണ് വിഷാദിക്കുന്നത്? നീ എന്തിനു നെടുവീർപ്പെടുന്നു? എൻ്റെ സഹോദരങ്ങളെ, സങ്കീർത്തകനായ ദാവീദിൻ്റെ അധരങ്ങളിലൂടെ ആത്മാവ് നൽകിയ വചനങ്ങളാണിത്. ഇന്ന് ശുദ്ധീകരണ ആത്മാക്കളുടെ അവസ്ഥ ഇതാണ്. കഠോരമായ വേദനയിൽ അവർ നെടുവീർപ്പെടുകയാണ്. നിത്യസൗഭാഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ട നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ച് അവരെ സഹായിക്കാതെ, പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കാതെ വരുമ്പോൾ അവർ വേദനയോടെ കരയുകയാണ്, അസ്വസ്ഥപ്പെടുകയാണ്. നമുക്ക് കർത്താവിൻ്റെ മുൻപിൽ അനുതാപ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, അനേകം അവസരങ്ങൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. പ്രാർത്ഥിക്കാൻ കടപ്പെട്ട് ഞങ്ങൾ പലപ്പോഴും പ്രാർത്ഥിച്ചില്ല. കർത്താവേ, ശുദ്ധീകരണ ആത്മാക്കൾ ഞങ്ങളെ സ്വന്തം സഹോദരി സഹോദരങ്ങളാണല്ലോ. സഹന സഭയിലായിരിക്കുന്നവരെ പലപ്പോഴും ഞങ്ങൾ ഓർത്തില്ല. കർത്താവേ, അനുദിന ജീവിതത്തിൽ ഞങ്ങളുടെ സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കൃപയായി സ്വീകരിച്ച് ശുദ്ധീകരണ ആത്മാക്കളുടെ വിമോചനത്തിനു വേണ്ടി കാഴ്ചവെക്കുവാൻ ഞങ്ങൾ തയ്യാറായില്ല. കർത്താവേ, കരുണ ചൊരിയണമേ, കരുണ ചൊരിയണമേ. ഹൃദയം തുറന്ന് അനുതാപ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ കാരുണ്യം നമ്മുടെ മേൽ പതിക്കട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യെശയ്യാ പ്രവചനം 4-ാം അധ്യായം 4-ാം വചനത്തിൽ വീണ്ടും പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. ന്യായവിധിയുടെ തീക്കാറ്റയച്ച് കർത്താവ് സിയോൻ പുത്രിയുടെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുകയും ജെറുസലേമിന്റെ മധ്യത്തിലുള്ള രക്തക്കറ
തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ തന്നെ. കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്, ന്യായവിധിയുടെ തീക്കാറ്റയച്ച് രക്തക്കറ മാറ്റിക്കളയുന്നു, സിയോൻ പുത്രിയുടെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, പല സഭാപിതാക്കന്മാരും ഈ വചനത്തെ ശുദ്ധീകരണ ആത്മാക്കളുമായി ബന്ധപ്പെടുത്തുന്നുണ്ട്. ശുദ്ധീകരിക്കുന്ന അഗ്നിയായി ശുദ്ധീകരണ ആത്മാക്കളിൽ ദൈവം ഇടപെടുന്ന ദൈവപ്രവൃത്തിയെ ഈ വചനം ചിത്രീകരിക്കുന്നതായി സഭാപിതാവായ വിശുദ്ധ അഗസ്തീനോസും വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പിതാവെല്ലാം ഇപ്രകാരം അതിനെ വിവരിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കാരുണ്യം ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ ആത്മാക്കളുടെ മേലും നിബന്ധിക്കുവാനായിട്ട്, കർത്താവിന്റെ കാരുണ്യത്താൽ അവരെല്ലാം കഴുകപ്പെടുവാനായിട്ട്, നിരവധിയായ പാപങ്ങൾക്ക് മോചനമുണ്ടാകുവാൻ, കടങ്ങൾക്ക് പൊറുതി ഉണ്ടാകുവാൻ, നിത്യ സൗഭാഗ്യ പ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ മാലിന്യങ്ങളിലേക്കും എല്ലാ അശുദ്ധികളിലേക്കും കർത്താവിന്റെ തിരിച്ചൊരൊഴുകപ്പെടുവാൻ, ദുരക്തം ഒഴുകപ്പെടുവാൻ, ന്യായവിധിയുടെ തീക്കാറ്റായി പരിശുദ്ധ രൂഹ ശുദ്ധീകരണ ആത്മാക്കളിൽ വ്യാപരിക്കുവാൻ നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും ഉയർത്തി കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി, കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാതെ വേദനിക്കുന്ന അസംഖ്യം അനാഥ ആത്മാക്കളെ കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ഒരു മനസ്സോടെ വിളിക്കുന്നു, യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, അവിടുത്തെ അനന്തമായ കാരുണ്യം ശുദ്ധീകരണ ആത്മാക്കളിൽ നിബന്ധിക്കട്ടെ. അവരുടെ കടങ്ങൾക്ക് പൊറുതി ഉണ്ടാകട്ടെ, പാപങ്ങൾക്ക് മോചനമുണ്ടാകട്ടെ. അനേകം ആത്മാക്കളെ കർത്താവേ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ, ശുദ്ധീകരണ സ്ഥലത്ത് അവരെ വിമോചിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിച്ച് ഹൃദയദുരക്കത്തോടെ വിളിച്ച്, യേശുവേ, കരുണയായിരിക്കണമേ, കരുണ ചൊരിയണമേ, കാരുണ്യം വർഷിക്കണമേ. ഓ ജീസസ്, ജീസസ്, ജീസസ്. ആമേൻ, ആമേൻ, ആമേൻ. ഇരു കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് തുറന്നു പിടിച്ച് അനുതാപ ഹൃദയത്തോടെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ട് അവരുടെ വിമോചനത്തിനു വേണ്ടി, നിത്യ സൗഭാഗ്യ പ്രവേശനത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് ഈ വരികൾ ചേർന്ന് നമ്മളൊരു മനസ്സോടെ പാടുകയാണ്. എല്ലാവരും ഒന്നിച്ച്. യേശുവിനാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ, യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. കാരുണ്യം, കാരുണ്യം ചൊരിയണമേ. ദയാപരനായ കർത്താവേ, ദയ കാണിക്കണമേ. ശുദ്ധീകരണ ആത്മാക്കളോട് കർത്താവേ ദയ കാണിക്കണമേ. ജീസസ്, യേശുവിൻ തിരുനിണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ ഹൃത്തട ജലമേ എന്നെ നിത്യം കഴുകണമേ. അങ്ങയുടെ തിരുകടത്തിൽ നിന്ന് ഒഴുകപ്പെടുന്ന തിരുജലത്താലും തിരുച്ചോരയാലും ശുദ്ധീകരണ ആത്മാക്കൾ കഴുകപ്പെടട്ടെ. എല്ലാ അശുദ്ധികളിൽ നിന്നും അവർ ശുദ്ധീകരിക്കപ്പെടട്ടെ, പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവിൻ പീഡകളെ എന്നെ സുധീരനാക്കണമേ. നന്മതൻ നിറക്കൂടമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ.
ശുദ്ധീകരണാത്മാക്കൾക്കായുള്ള പ്രാർത്ഥന കർത്താവേ, ഞങ്ങൾ ആയിരങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കാരുണ്യത്തിനായി ഞങ്ങൾ ഒരു മനസ്സോടെ നിലവിളിക്കുന്നു. ഈശോയെ, കാരുണ്യം ചൊരിയണമേ, കാരുണ്യം ചൊരിയണമേ. നാദാ, നിൻ തിരുമുറിവിൽ എനിക്കഭയം നൽകണമേ. മേലിൽ വേർപിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ. Anointing, anointing, anointing. അമ്മ മാതാവേ, പിതാവേ, ശുദ്ധീകരണാത്മാക്കൾക്കായി മധ്യസ്ഥമേകണമേ. ഈശോ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. കരുണ ചൊരിയണമേ, കരുണ ചൊരിയണമേ, കരുണ ചൊരിയണമേ. ഈശോയെ, യുദ്ധത്തിൽ, അപകടത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കരുണ ചൊരിയണമേ, കടങ്ങൾക്ക് പൊറുതി കൊടുക്കണമേ. ഈശോയെ, ഇരുകരങ്ങളും ഉയർത്തി ഒന്നിച്ചു വിളിക്കുന്നു. ഈശോ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹൃദയം നുറുങ്ങി വിളിച്ച് കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി യാചിച്ച്, ദൈവകരുണയ്ക്ക് വേണ്ടി വിളിച്ച്, കർത്താവേ, കർത്താവേ, കരുണ ചൊരിയണമേ, കാരുണ്യം വർഷിക്കണമേ. ശുദ്ധീകരണ ആത്മാക്കളോട് കരുണ കാണിക്കണമേ, കടങ്ങൾക്ക് പൊറുതി കൊടുക്കണമേ, അവരെ മോചിപ്പിക്കണമേ. ശുദ്ധീകരണ പീഡയിൽ നിന്ന് അവരെ വിമോചിപ്പിക്കണമേ. നിത്യജീവനിലേക്ക്, നിത്യ സൗഭാഗ്യത്തിലേക്ക് കർത്താവേ അവരെ പ്രവേശിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ, ജീവിക്കുന്ന ദൈവമേ, കരുണ, കരുണ, കരുണ ഒഴുകട്ടെ. പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാതെ വേദനിക്കുന്ന അനാഥാത്മാക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ ചൊരിയണമേ, കർത്താവേ, കാരുണ്യം ചൊരിയണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ജീസസ്, ജീസസ്. സാധിക്കുന്ന എല്ലാവരും കരങ്ങൾ കുരിശാകൃതിയിൽ നിന്ന് വിരിച്ചു പിടിച്ച്, കുരിശാകൃതി വിരിച്ചു പിടിക്കുകയാണ്. കർത്താവിന് അനന്തമായ കാരുണ്യത്തിൽ ശരണപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ തിരുബലിയുടെ അനന്ത യോഗ്യതകളിലും അനന്ത ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, കർത്താവിന് അനന്തമായ കാരുണ്യം ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ നിപതിക്കുവാൻ വേണ്ടി കരങ്ങൾ വിരിച്ചു പിടിച്ച് നമ്മൾ ഒന്നിച്ചു പാടി പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവേ, കൈക്കൊള്ളണമേ, ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ. നിൻ തിരുസുധനാ ഈശോ വഴിയാ കൈക്കൊള്ളണമേ. കണ്ണുനീരോടെ കരങ്ങൾ വിരിച്ചു പിടിച്ച് ഒന്നിച്ചു പാടി പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവേ, അപ്പാ, ദൈവപിതാവേ, കൈക്കൊള്ളണമേ, കരുണ, കരുണ, കരുണ ചൊരിയണമേ. ആമേൻ. പ്രാർത്ഥനകൾ നിൻ തിരുസുധനാ ഈശോ വഴിയാ കൈക്കൊള്ളണമേ. അപ്പാ, പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ശുദ്ധീകരണ ആത്മാക്കളുടെ രാജ്ഞിയായ പരിശുദ്ധമേ, സമുദ്രതാരമേ,
അമ്മ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. നമ്മളെല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ശുദ്ധീകരണ ആത്മാക്കളോട് ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷയിൽ ഒരു മനസ്സോടെ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗ നരക ശുദ്ധീകരണ സ്ഥലങ്ങൾ വെറും സങ്കല്പമാണ്. അത് മനുഷ്യന്റെ ഭാവന സൃഷ്ടിയാണ്. അത് വെറും ഒരു മിഥ്യാധാരണയാണെന്ന് ചിന്തിക്കുന്ന അനേകം ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് സഭയിലുണ്ട്. സഭയ്ക്ക് പുറത്തുള്ളവരെ കുറിച്ചല്ല പറഞ്ഞു വരുന്നത്. സഭയിലുള്ള അനേകം ദൈവമക്കൾക്ക് ഇന്ന് നിത്യതയെക്കുറിച്ചും സ്വർഗനരക ശുദ്ധീകരണ സ്ഥലങ്ങളെക്കുറിച്ചും പൂർണ്ണമായ ബോധ്യമോ വിശ്വാസമോ ഇല്ല. മറ്റെന്തിനേക്കാളും ഇന്ന് കർത്താവിൻ്റെ പരിശുദ്ധമായ സഭയിൽ യഥാവിധി പ്രഘോഷിക്കപ്പെടേണ്ട വിശ്വാസ സത്യങ്ങളാണ് സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, നിത്യതയെക്കുറിച്ച്. ഈ പ്രബോധനങ്ങൾ വേണ്ട വിധം ഇന്ന് ദൈവജനത്തിന് ലഭിക്കാത്തത് കൊണ്ട് നിത്യതയുടെ വെളിച്ചം കെട്ടുപോയി അനേകർ ഇന്ന് ജഡീകരും ലൗകികരുമായി ജീവിക്കുകയാണ്. പാപബോധം നഷ്ടപ്പെട്ട് അനുതാപമില്ലാതെ ഹൃദയകാഠിന്യം ബാധിച്ച അനേകം ആത്മാക്കളെ ഈ നാളുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കർത്താവിൻ്റെ സ്വന്തം ജനത്തിൽ ഇന്ന് അനേകം വ്യക്തികൾ ഈ ഒരു ആത്മീയ അന്ധതയിലാണ്. നിത്യജീവന്റെ വെളിച്ചം മനുഷ്യ ഹൃദയങ്ങളിൽ ഇന്ന് കെട്ടുപോയിരിക്കുന്നു. സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലമൊക്കെ ഇവിടെ തന്നെ എന്ന് ചിന്തിക്കുന്ന അനേകം ആളുകളുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നിത്യതയെക്കുറിച്ച് നമുക്ക് ഏറ്റവും അധികം പ്രബോധനം തന്നത് നമ്മുടെ ഏക രക്ഷകനും കർത്താവുമായ ഈശോ തന്നെയാണ്. അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങളിലും സഭാപിതാക്കന്മാരുടെ ലേഖനങ്ങളിലും വിശുദ്ധാത്മാക്കളുടെ ജീവിത സാക്ഷ്യങ്ങളിലും എത്രയെത്ര അനുഭവങ്ങളും പഠനങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മളൊരു സത്യം മനസ്സിലാക്കണം, നിത്യത എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല. നമ്മൾ ആരും ഈ ലോകത്തിൽ സ്ഥിരം താമസിക്കാൻ വന്നവരല്ല. ഒരു ദിവസം ഈ ലോകം വിട്ട് ഞാനും നിങ്ങളും നിത്യതയിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ്. കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന ശാശ്വതമായ ഭവനത്തിലേക്ക് യാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. എൻ്റെ സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് മനുഷ്യർക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന 2 അപ്പോയിന്റ്മെന്റ്സ്, 2 നിയമനങ്ങളുണ്ട്. ഇത് ഒരു കോടതിക്കും ഒരു ഗവൺമെന്റിനും ഈ ലോകത്തിലെ ഒരു സംവിധാനത്തിനും മാറ്റുവാനോ ഇല്ലാതാക്കുവാനോ സാധിക്കുകയില്ല. ഏതാണ് ഈ 2 നിയമനങ്ങൾ? ഹെബ്രായ പുസ്തകം 9-ാം അധ്യായം 27-ാം വചനത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, ആ വചനം ശ്രദ്ധയോടെ നിങ്ങൾ വീക്ഷിച്ച്, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, ഇത് കർത്താവിൻ്റെ നിശ്ചയമാണ്. ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന് ദൈവം നൽകുന്ന തീർപ്പാണ് നമ്മുടെ മരണം. ജനിച്ചാൽ നമ്മൾ മരിച്ചേ മതിയാകൂ. മരണം മാറ്റമില്ലാത്ത ഒരു നിയമനമാണ്. രണ്ടാമത്, മരണശേഷമുള്ള വിധി അതൊരു കെട്ടുകഥയല്ല സഹോദരങ്ങളെ.
അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. തിരുസഭ പറയുന്നു തനതു വിധി പൊതുവിധി. ഒരു വ്യക്തി മരിച്ചാൽ ഉടനെ തനത് വിധി നടക്കുകയാണ്. വിധിയെ ആത്മാവ് നേരിടുകയാണ്. ഈ രണ്ട് നിയമനങ്ങളും ആർക്കും മാറ്റുവാനോ ഇല്ലാതാക്കുവാനോ സാധിക്കുകയില്ല. വീണ്ടും സാമുവേൽ പ്രവാചകൻ 2-ാം പുസ്തകം 14-ാം അധ്യായം 14-ാം വചനത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, നാം എല്ലാവരും മരിക്കും. ശ്രദ്ധിക്കണമേ, നാം എല്ലാവരും മരിക്കും. ഈ ലോകത്തിൽ നമ്മൾ ആരും സ്ഥിരം താമസിക്കുവാനായി വന്നവരല്ല. ഈ ലോകം വിട്ട് നമ്മളെല്ലാം കടന്നു പോകേണ്ടി വരും. കർത്താവിന്റെ പരിശുദ്ധമായ വചനത്തിന് നമ്മോട് പറയുവാനുള്ള സന്ദേശം എന്താണ്? ഈ ജീവിതത്തിനപ്പുറം നമുക്ക് നിത്യമായൊരു ജീവിതമുണ്ട്. നമുക്കൊരു നിത്യതയുണ്ട്. ഈ നിത്യതയെ കണ്ടുകൊണ്ട് വേണം ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുവാനായിട്ട്. എണ്ണിത്തീർക്കാൻ കഴിയാത്ത വിധം കോടാനുകോടി വർഷങ്ങൾ നമ്മുടെ കർത്താവിനോട് കൂടെ അവിടുത്തെ നിത്യമഹത്വത്തിലുള്ള ജീവിതം, ഹല്ലേലൂയ, ഇറ്റേണൽ ലൈഫ്, നിത്യമായൊരു ജീവിതം നമുക്കുണ്ടെന്ന് കർത്താവിന്റെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. സുവിശേഷം നൽകുന്ന ഏറ്റവും ശക്തമായ മെസ്സേജ് ഇതാണ്: നമുക്കൊരു നിത്യതയുണ്ട്, നമ്മൾ നിത്യജീവനായി വിളിക്കപ്പെട്ടവരാണ്. വീണ്ടും യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണു നിങ്ങൾ. എന്റെ സഹോദരങ്ങളെ, എന്റെ ഹൃദയത്തെ പലപ്പോഴും തട്ടി ഉണർത്തിയിരിക്കുന്ന കർത്താവിന്റെ പരിശുദ്ധ വചനമാണിത്. ഈ വചനം നമ്മൾ യഥാർത്ഥത്തിൽ ധ്യാനിച്ചാൽ നമ്മുടെ ജീവിതം അടിമുടി മാറും. കാഴ്ചപ്പാടുകൾ മാറും, മനോഭാവങ്ങൾ മാറും, സംസാര രീതി മാറും, നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടും. കർത്താവിന്റെ വചനം ചോദിക്കുക, നാളത്തെ നിങ്ങളുടെ ജീവിതം എപ്രകാരം ഉള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ? യാതൊരു ഗ്യാരണ്ടിയും നമുക്കില്ല. അടുത്തൊരു സെക്കൻഡ് നമുക്കുണ്ടോ? നമുക്കറിയാൻ പാടില്ല. ഇന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്ത, വിനോദയാത്രയ്ക്ക് പോയി 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അറ്റാക്ക് വന്ന് മരിച്ചു. 3.5 വയസ്സുള്ളൊരു പിഞ്ചു കുഞ്ഞ്, ആ പിഞ്ചു കുഞ്ഞ് പല്ലുവേദനയായി കടന്നു ചെന്നതാണ്. ആ കുഞ്ഞ് മരിച്ചു എന്നാണ് വാർത്ത കേൾക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, എത്രയോ ഓരോ ദിനവും ആയിരങ്ങൾ മരണപ്പെട്ട് ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്നു. ശ്രദ്ധിക്കണമേ, അല്പസമയത്തേക്ക് മാത്രം പ്രത്യക്ഷപ്പെടുന്ന മൂടൽമഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ മൂടൽമഞ്ഞ് കോട നമുക്ക് കാണാൻ പറ്റും. സൂര്യപ്രകാശം തട്ടുമ്പോൾ അത് അപ്രത്യക്ഷമാവുകയാണ്. ഇതുപോലെയാണ് മനുഷ്യ ജീവിതമെന്ന് കർത്താവിൻ്റെ പരിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്കൊരു നിത്യതയുണ്ട്. ഈ ലോക ജീവിതത്തിനപ്പുറം നിത്യമായൊരു ജീവിതം നമുക്കുണ്ട്. രണ്ടാമത് നമുക്കൊരു മരണമുണ്ട്. ഈ മരണമെന്ന ദൈവത്തിൻ്റെ നിശ്ചയത്തെ ഇല്ലാതാക്കുവാനോ മറികടക്കുവാനോ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. മൂന്നാമത്, മരണശേഷം നമുക്കൊരു വിധിയുണ്ടെന്നുള്ള സത്യം നമ്മൾ മറക്കരുത്. ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു മിഥ്യാധാരണയല്ല, ഇത് നിത്യമായൊരു സത്യമാണ്. നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് നല്ലത്, വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് നാശം. നമ്മുടെ സാധാരണ പറയില്ലേ, അപ്പനെ എന്നുള്ള പരിപാടി. ഇനി നമ്മൾ വിശ്വസിച്ച് നമുക്ക് നല്ലത്, വിശ്വസിക്കുന്നില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് നഷ്ടം. അതിൽ ആർക്കും പങ്കില്ല സഹോദരങ്ങളെ, ആർക്കും പങ്കില്ല. നമ്മൾ ഇന്ന് ഈ സമയം ചിന്തിക്കുന്നത് ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിക്കുക എന്ന ഒരു സന്ദേശമാണ്. ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിക്കുക. നമ്മുടെ ചങ്കായി ശുദ്ധീകരണ ആത്മാക്കളെ നമ്മൾ സ്നേഹിക്കണം. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനുദിന ജീവിതത്തിൽ നമ്മുടെ സഹനങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ കൃപകളായി സ്വീകരിച്ച് ശുദ്ധീകരണ ആത്മാക്കളുടെ നിത്യ സൗഭാഗ്യ പ്രവേശനത്തിന് വേണ്ടി നമ്മളത് കാഴ്ചവെച്ച് രക്ഷാകരമാറ്റി ആ സഹനങ്ങളെ മാറ്റണം.
എന്താണ് ശുദ്ധീകരണ സ്ഥലം? കഴിഞ്ഞ ദിനങ്ങളിൽ ബഹുമാനപ്പെട്ട വന്യ വൈദികരിലൂടെ നമ്മൾ പലപ്പോഴും അത് ധ്യാനിച്ചതാണ്. എന്താണ് ശുദ്ധീകരണ സ്ഥലം? നമ്മൾ അതിനെക്കുറിച്ച് ആർക്കും സംശയം വേണ്ട. കർത്താവിൻ്റെ വചനം പലയിടങ്ങളിലും ആവർത്തിച്ച് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള സൂചനകളും അടയാളങ്ങളും നൽകുന്നുണ്ട്. തിരുസഭ നമ്മളെ വ്യക്തമായത് പഠിപ്പിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 1030-31 ഖണ്ഡികയിൽ സഭ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. എന്താണ് ശുദ്ധീകരണ സ്ഥലം? ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരായില്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിനു വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണ സ്ഥലത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ശുദ്ധീകരണ സ്ഥലം ഒരു കെട്ടുകഥയല്ല, അത് ആരുടെയെങ്കിലും ഒരു ഭാവന സൃഷ്ടിയല്ല. കർത്താവിൻ്റെ പരിശുദ്ധ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നു. സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ നമുക്ക് നൽകപ്പെടുന്നു. വിശുദ്ധാത്മാക്കളുടെ ജീവിത സാക്ഷ്യങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ഈ നിത്യമായ സത്യം സ്ഥിരീകരിക്കപ്പെടുന്നു, കൂടുതൽ ഉറപ്പിക്കപ്പെടുന്നു. ഹല്ലേലൂയ! സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ജീസസ്, ജീസസ്, ജീസസ്. അപ്പോൾ ശുദ്ധീകരണ സ്ഥലം അത് കൃത്യമായി ഉള്ളതാണ്. സഹോദരങ്ങളെ, ആരാണ് ശുദ്ധീകരണാത്മാക്കൾ? 4 കാര്യങ്ങൾ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആരാണ് ശുദ്ധീകരണാത്മാക്കൾ? ഒന്നാമതായി നമ്മൾ കണ്ടു, ദൈവത്തിൻ്റെ കൃപാവരത്തിൽ മരിച്ചുപോയ ആത്മാക്കളാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവകൃപയോടെ ജീവിച്ചവരെ, കൃപയുടെ സമൃദ്ധിയിൽ ജീവിച്ചവരെ അവർ മരണപ്പെട്ടു പോകുന്നു. അപ്പൊ ദൈവത്തിൻ്റെ കൃപാവരത്തിൽ ജീവിച്ച് മരണപ്പെട്ടവരാണ് ശുദ്ധീകരണ ആത്മാക്കൾ. അല്ലാതെ അവർ ശപിക്കപ്പെട്ട ആത്മാക്കളല്ല സഹോദരങ്ങളെ, അവർ ശുദ്ധീകരണ ആത്മാക്കളാണ്. ദൈവത്തിൻ്റെ കൃപാവരത്തിൽ ജീവിച്ച ആത്മാക്കളാണ്. രണ്ടാമത്, ദൈവത്തിൻ്റെ സൗഹൃദത്തിൽ മരിച്ചുപോയ ആത്മാക്കൾ. കർത്താവിനോട് അവർക്ക് കൂട്ടായ്മയുണ്ടായിരുന്നു, കർത്താവിനെ സ്നേഹിച്ച ആത്മാക്കളാണ്, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ആത്മാക്കളാണ്. എന്നാൽ നിത്യസൗഭാഗ്യ പ്രവേശനത്തിന് ആവശ്യമായ പരിപൂർണമായ വിശുദ്ധീകരണം ഇല്ലാത്തത് കൊണ്ട് അവർ അന്തിമ ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്നു മാത്രം. അപ്പൊ ശുദ്ധീകരണ ആത്മാക്കൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, അവർ ദൈവത്തിൻ്റെ സൗഹൃദത്തിൽ മരിച്ചുപോയ ആത്മാക്കളാണ്, ദൈവകൃപയിൽ ജീവിച്ച ആത്മാക്കളാണ്. മൂന്നാമത് എന്താ സഭ പഠിപ്പിക്കുന്നത്? പൂർണ്ണമായ ശുദ്ധീകരണം നേടാത്ത ആത്മാക്കളുണ്ട്. പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ല അവരെ. കർത്താവിനോട് കൂടെ അവിടുത്തെ നിത്യമായ മഹത്വത്തിൽ വാഴുവാനുള്ള പരിപൂർണമായ വിശുദ്ധി അവർ നേടിയിട്ടില്ല. അവർ വിശുദ്ധിയുടെ ആത്മാക്കൾ തന്നെയാണ്, പക്ഷെ പൂർണ്ണമായൊരു ശുദ്ധീകരണം അവർ നേടിയിട്ടില്ല. നാലാമത്, നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ് ശുദ്ധീകരണ ആത്മാക്കള്. ഹല്ലേലൂയ! ഒരു കാര്യം ഉറപ്പാണ്, ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ഒരു ആത്മാവ് ഒരു ദിവസം സ്വർഗത്തിലേക്ക് പ്രവേശിക്കും, കർത്താവിന് തിരുമുഖം കണ്ട് ആരാധിക്കും, നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ആത്മാവിന് സാധിക്കും. നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ് ശുദ്ധീകരണ ആത്മാക്കളെന്ന് കർത്താവിൻ്റെ പരിശുദ്ധമായ സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ശുദ്ധീകരണ ആത്മാക്കളെ നമ്മൾ വേണ്ട വിധം നമ്മൾ സ്നേഹിക്കണം. പക്ഷെ കൊച്ചുത്രേസ്യ പറയുന്ന മനോഹരമായൊരു വാക്കുണ്ട്. കൊച്ചുത്രേസ്യ പുണ്യവതി ശുദ്ധീകരണ ആത്മാക്കൾ ഒത്തിരി സ്നേഹിക്കുകയും തൻ്റെ സഹനങ്ങൾ
രക്ഷാകരമായി സ്വീകരിച്ച് ശുദ്ധീകരണ ആത്മാക്കളുടെ വിമോചനത്തിനു വേണ്ടി, നിത്യജീവന്റെ പ്രവേശനത്തിനു വേണ്ടി കാഴ്ചവെച്ച ഒരു വലിയ വിശുദ്ധയാണ് നമ്മുടെ കൊച്ചുത്രേസ്യ പുണ്യവതി. എന്താണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നത്? കർത്താവിൽ ശരണപ്പെടാത്ത, വിശ്വസിക്കാത്ത, ദൈവത്തെ സ്നേഹിക്കാത്ത ആത്മാക്കൾക്ക് ശുദ്ധീകരണ സ്ഥലം ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. നിങ്ങൾ ഒരിക്കൽ കൊടുത്ത് വായിച്ച്, കർത്താവിൽ ശരണപ്പെടാത്ത, കർത്താവിൽ വിശ്വസിക്കാത്ത, കർത്താവിനെ വേണ്ടവിധം സ്നേഹിക്കാത്ത ആത്മാക്കൾക്ക് ശുദ്ധീകരണ സ്ഥലം ഉറപ്പാണ്. അത് യാതൊരു സംശയവുമില്ല. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് അനേകം ആത്മാക്കൾ എവിടെയാണ്? ശുദ്ധീകരണ സ്ഥലത്താണ്. ഈ ശുദ്ധീകരണ അനുഭവം എന്താണ്? നമ്മൾ ശ്രദ്ധിക്കണം. പരിശുദ്ധ ബൈബിളും സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളിലും നമ്മൾ പ്രധാനപ്പെട്ട 2 പ്രതീകങ്ങൾ കാണുന്നുണ്ട്. ഒന്ന് അഗ്നിയുടെ പ്രതീകവും, 2 കാരാഗൃഹത്തിൻ്റെ പ്രതീകവും. ഈ 2 പ്രതീകങ്ങളെ ശുദ്ധീകരണ സ്ഥലമായി, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ ശുദ്ധീകരിക്കുന്ന അഗ്നിയായി പലപ്പോഴും ചിത്രീകരിച്ചിരിക്കുന്നതായി കാണുവാനായിട്ട് കഴിയും. പൗലോസ് അപ്പോസ്തലൻ സഭയെ പഠിപ്പിക്കുന്നുണ്ട്. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 13, 14, 15 വചനങ്ങൾ, നിങ്ങൾ ശ്രദ്ധയോടെ വചനങ്ങൾ വായിക്കണം. ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. എൻ്റെ സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കള് പരിപൂർണമായ വിശുദ്ധിക്ക് വേണ്ട യോഗ്യത സ്വീകരിക്കുന്നത് അഗ്നിയിലൂടെയാണെന്ന് പല ആവർത്തി കർത്താവിന്റെ വചനം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൽ അഗ്നിയുണ്ട്. നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്ന മാനുഷികമായ തീ പോലെ ആയിരിക്കണമെന്നില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, അവിടെ തീയുണ്ട്, അഗ്നിയുണ്ട്, ശുദ്ധീകരിക്കുന്ന തീയുണ്ട്. സംശയം വേണ്ട പ്രിയപ്പെട്ടവരെ. അഗ്നി അത് വെളിവാക്കും, അഗ്നി അത് വെളിപ്പെടുത്തുമെന്ന് പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുകയാണ്. വീണ്ടും ആ വചനത്തിലോട്ട് വരാം. ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കും. ആവർത്തിച്ച് പറയാണ്, അഗ്നി 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 തെളിയിക്കും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. 15-ാമത്തെ വചനം പറയുന്നു, ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. എത്ര കൃത്യമായിട്ടാണ് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത്. അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും. ഈ അഗ്നി ഏതാ? ശുദ്ധീകരണ അഗ്നിയാണ്. അന്തിമ ശുദ്ധീകരണത്തിനായി കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്ന, ഞാൻ പറയട്ടെ, കർത്താവിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് ശുദ്ധീകരണ സ്ഥലം. കർത്താവിന് നമ്മോടുള്ള കരുതലിൻ്റെയും വിശ്വസ്തതയുടെയും മാറ്റമില്ലാത്ത അടയാളമാണ് എൻ്റെ സഹോദരങ്ങളെ ശുദ്ധീകരണ സ്ഥലം. ഞാൻ ചിന്തിക്കുക, ശുദ്ധീകരണ സ്ഥലം ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകും? നമ്മൾ അതിവിശുദ്ധരാകണം. അതിവിശുദ്ധരായാൽ മാത്രമേ സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുകയുള്ളൂ. ഈ അതിവിശുദ്ധി നമ്മളിൽ ഇല്ലെങ്കിൽ, നിത്യസൗഭാഗ്യ പ്രവേശനത്തിന് ആവശ്യമായ വിശുദ്ധി നമ്മളിൽ ഇല്ലെങ്കിൽ, നമ്മൾ നിത്യനരകത്തിലാണ് നിബന്ധിക്കുന്നത്. നിത്യനരകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കർത്താവിൻ്റെ കാരുണ്യം, നമ്മോടുള്ള നമ്മുടെ കർത്താവിന്റെ വിശ്വസ്തത എത്ര ഉന്നതമാണ്. ഹല്ലേലൂയ. 100-ാം സങ്കീർത്തനം 5-ാം വചനം പറയുന്നുണ്ട്, കർത്താവ് നല്ലവനാണ്, കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നല്ലവനാണ്, കർത്താവ് നല്ലവനാണ്. ഗോഡ് ഈസ് ഗുഡ്, ഗോഡ് ഈസ് ഗുഡ്. കർത്താവ് നല്ലവനാണ്. സഹോദരങ്ങളെ, ഈ വചനത്തിന്റെ ആക്ഷരികമായ അടയാളമാണ് ശുദ്ധീകരണ സ്ഥലം. നമ്മോടുള്ള കർത്താവിന്റെ സ്നേഹമാണ്. ഞാൻ പലപ്പോഴും നന്ദി പറയാറുണ്ട്, കർത്താവേ, ഇപ്രകാരം ഒരു അന്തിമ ശുദ്ധീകരണത്തിനായി അങ്ങ്
ഒരു അവസ്ഥ, ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ കർത്താവേ. അതില്ലെങ്കിൽ നമ്മുടെ കാര്യം നമ്മുടെ പിള്ളേർ പറയുന്നത് പോലെ കട്ടപ്പുകയാണ്. നമുക്കതിലൊരു സംശയം വേണ്ട സഹോദരങ്ങളെ. അപ്പൊ അഗ്നിയിലൂടെ എന്ന വെണ്ണം അവനും അവളും രക്ഷ പ്രാപിക്കും, ശുദ്ധീകരിക്കപ്പെടും, നിത്യ ജീവനിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. വീണ്ടും യൂദാസിലേത് ലേഖനം 1:23 കർത്താവിൻ്റെ വചനം പറയുന്നു, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവീൻ. ശ്രദ്ധിച്ച് നിങ്ങൾ ആ വചനം ഒരുമിച്ച് നേറ്റു പറഞ്ഞ്, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവീൻ. ഒരല്പം കൂടി ഉച്ചത്തിൽ പറഞ്ഞ്, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവീൻ. സഹോദരങ്ങളെ, ഈ അഗ്നിയിൽ അകപ്പെട്ടവരെന്ന് പറയുന്നത് ആരാണ്? അത് നിത്യനരകത്തിൽ പോയ ആത്മാക്കളല്ല. നിത്യനരകത്തിൽ നിബന്ധിച്ച ഒരു ആത്മാവിനെ രക്ഷപ്പെടുത്തുവാനോ ആത്മാവിനെ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനോ നമുക്ക് ആർക്കും സാധിക്കില്ല. നമുക്കൊന്നുമല്ല, കർത്താവിന് പോലും പറ്റത്തില്ല. നിത്യനരകത്തിൽ ഒരു ആത്മാവ് നിബന്ധിച്ചാൽ അവരുടെ നിത്യത മുഴുവൻ, അവളുടെ നിത്യത മുഴുവൻ നരകത്തിൽ തന്നെയാണ്. അപ്പോൾ അഗ്നിയിൽ അകപ്പെട്ട ആത്മാക്കളെ പിടിച്ചു കയറ്റുവിനെന്ന് തിരുവചനം പറയുന്നത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, അത് നിത്യനരകത്തിൽ നിബന്ധിച്ച ആത്മാക്കളെ കുറിച്ചല്ല. ഇനി രണ്ടാമത്, ഇത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട, സ്വർഗത്തിലായിരിക്കുന്ന ആത്മാക്കളെ കുറിച്ചുമല്ല. കാരണം അവരെ അഗ്നിയിൽ നിന്ന് പിടിച്ചു കയറ്റേണ്ട ആവശ്യം നമുക്കില്ല. അവർ കർത്താവിനോട് കൂടെ ആ നിത്യ സൗഭാഗ്യത്തിലാണ്, ആ നിത്യമായ മഹത്വത്തിലാണ്. അപ്പോൾ പിന്നെ ഈ ആത്മാക്കൾ ആരാണ്? അത് ശുദ്ധീകരണാത്മാക്കളാണ്. ശുദ്ധീകരണ സ്ഥലത്ത് അകപ്പെട്ടിരിക്കുന്ന, അവിടെ പീഡനങ്ങൾ അനുഭവിക്കുന്ന, യാതനകൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദര ആത്മാക്കളെ കുറിച്ചാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. അഗ്നിയിൽ അകപ്പെട്ടു പോയ ആത്മാക്കളെ നിങ്ങൾ പിടിച്ചു കയറ്റുക. നമ്മൾ അതിനു വേണ്ടി ത്യാഗമെടുക്കണം, കണ്ണീരൊഴുക്കണം, കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കണം, നമ്മൾ അതിനുവേണ്ടി സഹനങ്ങൾ അർപ്പിക്കണം. സഹോദരങ്ങളെ, ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കാരണം എന്താണ്? ഹെബ്രായ പുസ്തകം 12-29 തിരുവചനം നമുക്ക് ഉച്ചത്തിലെ വചനം നേറ്റു പറയാം. കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരാണ്? ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഒരല്പം കൂടി ഉച്ചത്തിൽ പറഞ്ഞു, നമ്മുടെ കർത്താവ് ആരാണ്? ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവൻ കാരുണ്യവാനാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്, സ്നേഹമുള്ളവനാണ്, അവൻ പരിശുദ്ധരിൽ പരിശുദ്ധനാണ്. എന്നാൽ മറന്നു പോകരുത്, നമ്മുടെ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. കൺസ്യൂമിംഗ് ഫയർ. സ്വർഗത്തിൽ ഈ അഗ്നി ദൈവസ്നേഹത്തിന്റെ അഗ്നിയായി ജ്വലിക്കുകയാണ്. ശുദ്ധീകരണ സ്ഥലത്ത് ഈ അഗ്നി ശുദ്ധീകരിക്കുന്ന തീയായി കത്തുകയാണ്. നരകത്തിൽ ഈ തീ സഹനത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും തീയായി കത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിന് അഗ്നിയുണ്ട്. ഈ അഗ്നിയിലൂടെ പരിപൂർണമായ ശുദ്ധീകരണം അവർ പ്രാപിക്കുകയാണ്. അതൊരു പ്രോസസ്സാണ്. നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ പല വിശുദ്ധാത്മാക്കൾക്കും ഈ പ്രകടമായ അനുഭവങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവമായ കർത്താവ് അവർക്ക് നൽകിയിട്ടുണ്ട്. പല മിസ്റ്റിക് എക്സ്പീരിയൻസുകൾ. സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റീൻ ഈ ശുദ്ധീകരണ അഗ്നിയെക്കുറിച്ച് പിതാവ് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച്, തിരുത്തുന്ന അഗ്നി എനിക്ക് ആവശ്യമില്ലാത്ത വിധം രക്ഷ പ്രാപിച്ചവർക്ക് എന്നതുപോലെ ഈ ജീവിതത്തിൽ എന്നെ ശുദ്ധീകരിക്കണമേ, ഈ ജീവിതത്തിൽ എന്നെ ശുദ്ധീകരിക്കണമേ. കാരണം അഗ്നിയിലൂടെ എന്ന വണ്ണം രക്ഷ പ്രാപിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. പൗലോസ്ലീഹായുടെ ആ വചനം നമ്മൾ കണ്ടതാണ്. അഗ്നിയിലൂടെ എന്ന വണ്ണം അവർ രക്ഷ പ്രാപിക്കും. ഈ വചനം കോട്ട് ചെയ്തുകൊണ്ട് സഭാപിതാവായ അഗസ്റ്റിനോസ് പറയുകയാണ്, അഗസ്റ്റിൻ പറയുകയാണ്, ശുദ്ധീകരണ സ്ഥലത്ത് അഗ്നിയുണ്ട്. ഈ അഗ്നിയിൽ നമ്മൾ രക്ഷ പ്രാപിക്കുമെങ്കിലും ആ അഗ്നി
ഈ ജീവിതത്തിൽ മനുഷ്യൻ സഹിക്കുന്ന എല്ലാ അഗ്നിയേക്കാളും അതികഠിനമായിരിക്കും. ഈശോയേ, ശുദ്ധീകരണ സ്ഥലത്തിലെ തീയെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. ഈ ഭൂമിയിലെ തീ പോലെയല്ല സഹോദരങ്ങളെ. മനസ്സിലാക്കണം, നമ്മുടെ ആത്മാവിൽ കടന്നു പിടിച്ചിരിക്കുന്ന പാപത്തിൻ്റെ, അശുദ്ധിയുടെ, മലിനതയുടെ, എല്ലാവിധ മ്ലേച്ഛതയുടെ, തിന്മയുടെ എല്ലാ കറകളിൽ നിന്നും നമ്മുടെ ആത്മാവിനെ പൂർണ്ണമായും വിശുദ്ധീകരിച്ച് ഒരു മനുഷ്യാത്മാവിനെ അതിൻ്റെ പൂർണ്ണ വെണ്മയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതുപോലെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടണം. നമ്മൾ ഈ സ്വർണം എങ്ങനെ തീയിൽ ചുളയിലിട്ട് ഇല്ലേ ശുദ്ധീകരിക്കുന്നത് പോലെ, അത് തീയിലാണ് ശുദ്ധീകരിക്കുന്നത് പോലെ മനുഷ്യാത്മാവിനെ ശുദ്ധീകരിക്കുന്ന ശുദ്ധീകരണ അഗ്നിയുണ്ട്. സഭാപിതാവ് പറയാണ്, അത് ഈ ഭൂമിയിലെ മറ്റെല്ലാ തീയേക്കാളും അതികഠിനമായിരിക്കും. ഇനി മഹാനായ വിശുദ്ധനായ ഗ്രിഗറി ഒന്നാമൻ മാർപ്പാപ്പ, സഭയ്ക്ക് ദൈവം സമ്മാനിച്ച നല്ല വിശുദ്ധനായൊരു മാർപ്പാപ്പയാണ് മഹാനായ ഗ്രിഗറി ഒന്നാമൻ മാർപ്പാപ്പ. മാർപ്പാപ്പ എന്താണ് പറയുന്നത്? മാർപ്പാപ്പ പറയുകയാണ്, ചെറിയ തെറ്റുകളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി വിധി ദിനത്തിന് മുൻപായി ശുദ്ധീകരണ അഗ്നിയുണ്ട് എന്നുള്ളത് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ശുദ്ധീകരണ അഗ്നിയുണ്ട്, നമ്മൾ വിശ്വസിക്കണം. ഇത് കെട്ടുകഥയല്ല, ഇത് മിഥ്യാധാരണയല്ല. നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും വിശ്വസിക്കണം. നമുക്കറിയാം, വിശ്വാസം പലപ്പോഴും ഒരു മിസ്റ്ററിയാണ്, രഹസ്യമാണ്. മാനുഷികമായി അതിനെ വ്യാഖ്യാനിക്കുവാനോ വിശദീകരണം തരുവാനോ പലപ്പോഴും പറ്റിയെന്ന് വരില്ല സഹോദരങ്ങളെ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവിൻ്റെ വചനം എന്ത് പഠിപ്പിക്കുന്നുവോ, തിരുസഭ എന്ത് പഠിപ്പിക്കുന്നുവോ, സഭയിലെ സഭാപിതാക്കന്മാരെന്ത് പറയുന്നുവോ, വിശുദ്ധാത്മാക്കളുടെ ജീവിത സാക്ഷ്യങ്ങൾ എന്ത് പഠിപ്പിക്കുന്നുവോ, അത് വിശ്വസിക്കുവാനുള്ള ഒരു ഹൃദയത്തുറവി ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിനുണ്ടാകണം. ഹല്ലേലൂയ, സ്തുതിക്കുന്നു. ഓ കർത്താവേ, കരുണ ചൊരിയണമേ, ശുദ്ധീകരണ ആത്മാക്കളുടെ കാരുണ്യം ചൊരിയണമേ. ഒന്ന് കരങ്ങളുയർത്തി വിളിച്ച് കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി എല്ലാം പറഞ്ഞ് വിളിച്ച ഈശോയെ, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ നിലവിളിക്കുന്നു. കർത്താവേ, കാരുണ്യം ചൊരിയണമേ. അവിടുത്തെ കരുണ ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ നിബന്ധിക്കട്ടെ. അവർ നിത്യ ജീവനിലേക്ക് പ്രവേശിക്കട്ടെ. നിത്യ സൗഭാഗ്യ പ്രവേശനം അവർക്ക് ലഭിക്കട്ടെ. ഈശോ 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 സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. എന്റെ സഹോദരങ്ങളെ, വീണ്ടും നമ്മൾ ശ്രദ്ധിക്കണമേ. സഭയിലെ വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധനായ പേതുരു പിയോ. ഈ ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നിയെക്കുറിച്ച് എന്താണ് പേതുരു പിയോ പറയുന്നത്? ഒരുമിച്ച് വായിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് അവിടുത്തെ അഗ്നി ഉപേക്ഷിച്ച് ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിയിലേക്ക് പോകാൻ കർത്താവ് അനുവാദം കൊടുത്താൽ ചൂടുവെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക് പോകുന്നത് പോലെ ആയിരിക്കും അത്. എൻ്റെ ഈശോയെ, മനസ്സിലാവുന്നുണ്ടോ? വലുത് മനസ്സിലായോ? എൻ്റെ കർത്താവേ, നമ്മൾ ഈ സത്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതം അടിമുറി മാറും. നമ്മൾ മാനസാന്തരപ്പെടും, അനുതപിക്കും, പാപം വിട്ടുപേക്ഷിക്കും, സ്വർഗോന്മുഖമായി ജീവിക്കും. ശുദ്ധീകരണ അഗ്നിയെക്കുറിച്ച് വിശുദ്ധനായ പേതുരു പിയോയ്ക്ക് കർത്താവ് കൊടുത്ത റെവലേഷൻ, വെളിപാടാണ്. ഒരിക്കൽ കൂടെ വായിച്ച് നിങ്ങൾ ആ വാക്യം. ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് അവിടുത്തെ അഗ്നി ഉപേക്ഷിച്ച് ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിയിലേക്ക് പോകാൻ കർത്താവ് അനുവാദം കൊടുത്താൽ ചൂടുവെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക് പോകുന്നത് പോലെ ആയിരിക്കും അത് എന്ന് വിശുദ്ധനായ പേതുരു പിയോ പറയുകയാണ്. അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിച്ച്, എന്തിനാണ് ഈ അഗ്നിയിലൂടെയുള്ള ശുദ്ധീകരണ ആത്മാക്കൾക്ക് സംഭവിക്കുന്നത്? ഈ അഗ്നിയിലൂടെ എന്തിനാണ് കർത്താവ് ഈ ശുദ്ധീകരണ ആത്മാക്കളെ ഒരു അന്തിമ ശുദ്ധീകരണത്തിനായിട്ട് വിശുദ്ധീകരിക്കുന്നത്? അതിന് കാരണമുണ്ട്. കാരണം നമ്മുടെ കർത്താവ് പരിശുദ്ധരിൽ പരിശുദ്ധനാണ്. സ്വർഗം മുഴുവൻ കർത്താവിൻ്റെ
തേജസ് നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെ 1% പോലും പാപമോ കറയോ കളങ്കമോ അശുദ്ധിയോ മ്ലേച്ഛതയോ കൗടില്യമോ ഇല്ല സഹോദരങ്ങളെ. പൂർണ്ണമായും കർത്താവിൻ്റെ പരിശുദ്ധി സ്വർഗീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പരിശുദ്ധരിൽ പരിശുദ്ധനായ കർത്താവിൻ്റെ ജീവനിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റണമെങ്കിൽ അതിന് തക്കമായ വിശുദ്ധി സഹോദരങ്ങളെ നമുക്കുണ്ടായേ തീരൂ. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ, ഓരോ ശക്തിയോടെ പറഞ്ഞേ. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 21 അധ്യായം 27 വചനത്തിൽ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും, എല്ലാവരും പറഞ്ഞേ, അശുദ്ധമായതൊന്നും ഒരല്പം കൂടി ഉച്ചത്തിൽ പറഞ്ഞ അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യം പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കില്ല, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ സഹോദരങ്ങളെ, അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, മ്ലേച്ഛമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, കൗടില്യമായിട്ടുള്ളതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, മലിനപ്പെട്ടിരിക്കുന്ന യാതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. കാരണം അത് അതിപരിശുദ്ധമായ സ്ഥലമാണ്. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. വെളിപാട് പുസ്തകം 15:4 അതിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. വെളിപാട് 15:4 എന്താ പറയുന്നത്? അവിടെ പറയും, അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ കർത്താവേ, അവിടുന്ന് മാത്രമാണ് പരിശുദ്ധൻ, സകല ജനതകളും അങ്ങയെ വന്ന് ആരാധിക്കും. കർത്താവ് മാത്രമാണ് പരിശുദ്ധൻ. വീണ്ടും ഏശയ്യാ പ്രവചനം 6:3 എന്താ പറയുന്നത്? ഏശയ്യാ പ്രവചനം 6:3 പരസ്പരം ഉദ്ഘോഷിച്ചു, പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ശ്രദ്ധിക്കണം, സ്വർഗം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ പരിശുദ്ധി കൊണ്ടാണ്, കർത്താവിൻ്റെ മഹത്വമേറിയ തേജസ് കൊണ്ടാണ്. ഈ അതിപരിശുദ്ധമായ സ്ഥലത്തേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുമ്പോൾ അതിന് തക്കതായ വിശുദ്ധി നമുക്കുണ്ടാകണം, പൂർണ്ണമായൊരു വിശുദ്ധി നമുക്കുണ്ടാകണം സഹോദരങ്ങളെ. വിശുദ്ധനായ പീറ്റർ ഡാമിയൻ, സഭയിൽ വലിയൊരു സെയിൻ്റാണ് പീറ്റർ ഡാമിയൻ. പീറ്റർ ഡാമിയൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണ ഈ പീറ്റർ ഡാമിയൻ്റെ സഹോദരിയെ അനുവദിക്കുകയാണ് തൻ്റെ സഹോദരൻ്റെ പ്രാർത്ഥന യാചിക്കുവാനായിട്ട്. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ പീറ്റർ ഡാമിയൻ്റെ സഹോദരി ഈ ശുദ്ധീകരണാത്മാവ് കടന്നു വന്ന് പറയും, സഹോദര, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധനായ പീറ്റർ ഡാമിയൻ അത്ഭുതത്തോടെ ചോദിക്കുക, എൻ്റെ സഹോദരി, നീ ഇതുവരെ സ്വർഗത്തിൽ പ്രവേശിച്ചില്ലേ? ആ ശുദ്ധീകരണാത്മാവ് പറയും, ഇല്ല സഹോദര, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുകയാണ്, ഞാൻ ആ യാതനയുടെ സ്ഥലത്താണ്. ഉടനെ വിശുദ്ധനായ പീറ്റർ ഡാമിയൻ ചോദിക്കും, എൻ്റെ സഹോദരി, സ്വർഗരാജ്യ പ്രവേശനത്തിന് നിന്നിൽ എന്താണ് തടസ്സമായി നിൽക്കുന്നത്? വളരെ ജ്ഞാനത്തോടു കൂടി ഒരു ചോദ്യം ചോദിച്ചത്, എന്താണ് ഇതിൽ തടസ്സമായി നിൽക്കുന്നത്? ഈ സമയത്ത് പീറ്റർ ഡാമിയൻ്റെ സഹോദരി പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ സഹോദര, ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ തിന്മ നിറഞ്ഞ വളരെ മോശമായ ഒരു സംഗീതം, ഒരു മ്യൂസിക് ഞാൻ കേട്ടു. നമ്മളിന്ന് പറയുമ്പോൾ പോപ്പ് മ്യൂസിക്, റാപ്പ് മ്യൂസിക്, ഇന്ന് അനേകം പൈശാചിക സംഗീതങ്ങൾ, വളരെ മ്ലേച്ഛമായിട്ടുള്ള ഒരുപാട് മ്യൂസിക്സുകൾ ഈ കാലഘട്ടത്തിലുണ്ട്. അങ്ങനെയുള്ള മ്യൂസിക് ബാൻഡുകളുണ്ട്. പിശാചിനെ ആരാധിക്കുന്ന, സാത്താനെ വർഷിപ്പ് ചെയ്യുന്ന ഒരുപാട് മ്യൂസിക് പ്രസ്ഥാനങ്ങളും അതുപോലുള്ള ബാൻഡുകളും ഈ കാലഘട്ടത്തിൽ സുലഭമാണ്. ഈ ശുദ്ധീകരണ ആത്മാവ് പീറ്റർ ഡാമിയനോട് പറഞ്ഞു, എൻ്റെ സഹോദര, ഞാൻ ഈ മോശമായ തിന്മ നിറഞ്ഞ സംഗീതം കേട്ടു, അത് പാപമാണ്, ഞാൻ മനസ്സിലാക്കിയില്ല. ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ഞാൻ അതിനെയോർത്ത് അനുതപിച്ചില്ല, കർത്താവിൽ നിന്ന് പാപമോചനം സ്വീകരിച്ചില്ല. അവൾ പറഞ്ഞു, കേട്ടു മാത്രമല്ല, സംഗീതം ഞാൻ ആസ്വദിച്ചു. തന്മൂലം വർഷങ്ങളായി ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് പീഡ അനുഭവിക്കുകയാണ്. കർത്താവിൻ്റെ കരുണ സഹോദരനായ നിന്റെ പ്രാർത്ഥനയ്ക്കായി എന്നെ അനുവദിച്ചിരിക്കുകയാണ്. വിശുദ്ധനായ പീറ്റർ ഡാമിയൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ ചിന്തിച്ചു നോക്കി, ഒരു മോശമായ സംഗീതം കേട്ടു അത് ആസ്വദിച്ചതിൻ്റെ പേരിൽ വർഷങ്ങൾ
ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുകയാണ്. പലപ്പോഴും മാനുഷിക ബുദ്ധിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. എന്ത് മണ്ടത്തരമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത്രയും വലിയ പീഡയുടെ സ്ഥലം നല്ല വിശുദ്ധീകരണ സ്ഥലം. അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്, അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഇത് പരിശുദ്ധ കത്തോലിക്ക സഭയിലെ വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യങ്ങളാണ്. അവർക്ക് കർത്താവ് കൊടുത്ത ദർശനങ്ങളും ബോധ്യങ്ങളുമാണ്, സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളാണ്, കർത്താവിൻ്റെ പരിശുദ്ധമായ വചനത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ്. ഇത് ആരുടെയും ഭാവന സൃഷ്ടിയോ വ്യക്തിപരമായ വെളിപാടുകളോ കണ്ടുപിടുത്തങ്ങളോ അല്ല സഹോദരങ്ങളെ. പരിപൂർണമായി വിശുദ്ധിയുള്ളവരെ. അതുകൊണ്ട് വെളിപാട് 21-27 പഠിപ്പിക്കുന്നത് അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, മ്ലേച്ഛമായതൊന്നും കൗടില്യമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധനായ ജോൺ മരിയ വിയാനി ഇടവക വൈദികരുടെ മധ്യസ്ഥനാണ്. ഈ വിയാനി പുണ്യാളച്ചൻ പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം എന്താണ് പറയുന്നത്? ഒന്നുമല്ല എന്ന് കരുതി നാം അവഗണിച്ച് കളഞ്ഞ തെറ്റുകൾക്ക് നാം എത്രമാത്രം വില കൊടുക്കേണ്ടി വരും. നമ്മെ തന്നെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞ ചെറിയ നുണകൾ, നമ്മൾ പറയാറുണ്ട്, ചെറിയ ചെറിയ നുണകൾ, ആർക്കും ദോഷം വരാത്ത, ആർക്കും ഉപദ്രവം വരാത്ത കൊച്ചു കൊച്ചു നുണകൾ. നുണ പറയാ, അത് നമ്മുടെ ആത്മാവിന് ഒത്തിരി കേടുണ്ടാക്കുന്നു. വിശുദ്ധനായ ജോൺ മരി വിയാനി പറയാണ്, നമ്മൾ പറയുന്ന ചെറിയ ചെറിയ നുണകൾ, മറ്റുള്ളവർക്ക് നമ്മൾ നൽകുന്ന ചെറിയ ഉതപ്പുകൾ, ഓരോ നിമിഷവും ദൈവം തരുന്ന കൃപകൾ നമ്മൾ അവഗണിച്ചത്, ഇതൊക്കെ നമ്മൾ പലപ്പോഴും അറിഞ്ഞറിയാതെ സംഭവിക്കുന്നുണ്ട്. ദിനംതോറും നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ചൊരിയുന്ന നിരവധിയായ കൃപകളും അനുഗ്രഹങ്ങളുമുണ്ട്. പരാതി പറഞ്ഞ്, പിറുപിറുത്ത്, മുറുമുറുത്ത്, അസംതൃപ്തിയോടെ എന്തുമാത്രം കൃപകളാണ് ഞാനും നിങ്ങളും നഷ്ടപ്പെടുത്തി കളയുന്നത്. സഹോദരങ്ങളെ, നമ്മൾ അതിനെയോർത്ത് അനുതപിക്കുവാനും ഏറ്റുപറയുവാനും വിശുദ്ധനായ ജോൺ മരി വിയാനി നമ്മോട് ആവശ്യപ്പെടുകയാണ്. എന്താണ് പുണ്യാളച്ചൻ പറയുന്നത്? അവൻ അയച്ച ബുദ്ധിമുട്ടുകളുടെ മധ്യേ നമ്മൾ പിറുപിറുത്തു. സഹോദരങ്ങളെ, ദൈവത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നുവെന്നും ഈ ലോകത്തിൽ വെച്ച് തന്നെയും എത്ര കഠിനമായി നമ്മെ അവ ശിക്ഷിക്കുമെന്നും നാം മനസ്സിലാക്കിയാൽ ചെറിയ പാപം പോലും ചെയ്യാൻ നമ്മൾ ധൈര്യപ്പെടുകയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് വ്യക്തമായിട്ട് പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. വ്യക്തമായിട്ട് വചനം പറയുന്നത്. വിശുദ്ധനായ ജോൺ മരി വിയാനിയുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച്. വിശുദ്ധനായ കാർഡിനൽ ന്യൂമാൻ പ്രൊട്ടസ്റ്റന്റ് സഭയിൽ, ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച് പരിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക് വന്ന അന്യവൈദികനാണ്. അദ്ദേഹം കർദിനാളായി സഭയിലെ വലിയ വിശുദ്ധനാണെന്ന് വിശുദ്ധനായ കാർഡിനൽ ന്യൂമാൻ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞ മനോഹരമായൊരു ഒരു പ്രസ്താവനയാണ്. അശുദ്ധമായ ജീവിതം നയിച്ചൊരു വ്യക്തി സ്വർഗത്തിൽ പ്രവേശിച്ചാലും അവൻ അവിടെ സന്തുഷ്ടനായിരിക്കില്ല. അതുകൊണ്ട് അവനെ അവിടെ പ്രവേശിപ്പിക്കുന്നത് കർത്താവിൻ്റെ കരുണയല്ല. ഏതു മനുഷ്യരും അവരുടെ ശീലങ്ങളോ ജീവിത രീതികളോ താല്പര്യങ്ങളോ എന്തായിരുന്നാലും ശരി, അവർക്ക് സ്വർഗത്തിൽ പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ സന്തുഷ്ടരായിരിക്കും. ഇവിടെ എല്ലാവർക്കും സ്വന്തം സന്തോഷങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാം. എന്നാൽ അവിടെ സ്വർഗത്തിൽ അവർ ദൈവത്തിൻ്റെ സന്തോഷത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശുദ്ധനായവന് മാത്രമേ പരിശുദ്ധനായവനെ നോക്കാനാവൂ. കൃത്യമായിട്ടാണ് വിശുദ്ധം പറയുന്നത്. ശുദ്ധീകരിക്കപ്പെട്ട ശുദ്ധമായ ഒരു ആത്മാവിന് മാത്രമാണ് പരിശുദ്ധരിൽ പരിശുദ്ധനായ കർത്താവിനെ അവിടുത്തെ തിരുമുഖം കണ്ട് ആരാധിക്കുവാനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ ശുദ്ധീകരണ ആത്മാക്കൾ ഈ ശുദ്ധീകരണ അഗ്നിയിലൂടെ കടന്നു പോകേണ്ടതിൻ്റെ ആവശ്യകതയും അത് എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശുദ്ധനായ പേതുരു അദ്ദേഹം പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട് സഹോദരങ്ങളെ. അദ്ദേഹം ഒരു ദിവസം
ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അൾത്താര വിരികളൊക്കെ ഇങ്ങനെ ചലിക്കുന്നു. അൾത്താര വിരികൾ ഇങ്ങനെ മാറ്റി അവിടെ ഇങ്ങനെ അൾത്താരയിൽ ജോലി ചെയ്യുന്ന ഒരു യുവ സന്യാസിനിയെ കാണുകയാണ്. പെട്ടെന്ന് പേതർപിയോയ്ക്ക് മനസ്സിലായി അത് ഫാദർ ലിയോൺസ് ആണെന്ന്. പേതർപിയോ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് പറയും, ഫാദർ ലിയോൺ, ഇപ്പോൾ അത്താഴത്തിന് സമയമാണ്, അങ്ങ് എന്താണ് ഈ സമയം അൾത്താര വീരുകളൊക്കെ മാറ്റി ഇവിടെ അൾത്താരയിൽ നിൽക്കുന്നത്? ഉടനെ ആ യുവ സന്യാസി പറയും, ഞാൻ ഫാദർ ലിയോൺ അല്ല. വർഷങ്ങൾക്ക് മുൻപ് ഈ മൊണസ്റ്ററിയിൽ ഈ ആശ്രമത്തിൽ നോവിഷ്യേറ്റ് ചെയ്ത ഒരു യുവ സന്യാസിയാണ് ഞാൻ. അന്ന് എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അൾത്താര വിരികളെല്ലാം മാറ്റി ഇവിടുത്തെ അൾത്താര കാര്യങ്ങൾ ക്രമീകരിക്കലായിരുന്നു. ഞാൻ എനിക്ക് ഏൽപ്പിച്ച ജോലിയിൽ വളരെ അശ്രദ്ധനായി, അലസനായി, വിശ്വസ്തയോടെ നിർവഹിച്ചില്ല. പലപ്പോഴും പരിശുദ്ധ കുർബാനയായി ഈശോ എഴുന്നള്ളിയിരിക്കുമ്പോൾ ഞാൻ വേണ്ടത്ര വണക്കം കൊടുക്കാതെ, ഈശോയെ ആദരിക്കാതെ, കർത്താവിൻ്റെ സാന്നിധ്യം വേണ്ടതെന്നും അനുഭവിക്കാതെ, അലക്ഷ്യമായി, അലസനായി, അശ്രദ്ധയോടെ കർത്താവിന് തിരുമുൻപിൽ ഞാൻ കടന്നുപോയി. ഈ അനാസ്ഥകളെ പ്രതി, ഈ അശ്രദ്ധയെ പ്രതി, ഈ അവിശ്വസതയെ പ്രതി ഞാൻ വർഷങ്ങളായി ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുകയാണ്. കർത്താവിൻ്റെ കാരുണ്യം ഇന്ന് രാത്രിയിൽ അങ്ങയുടെ പ്രാർത്ഥന ചോദിക്കുവാൻ എന്നെ അനുവദിച്ചിരിക്കുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് എത്രയും പെട്ടെന്ന് നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എനിക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കണമേ. എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് പറഞ്ഞ് ഈ ശുദ്ധീകരണ ആത്മാവ് നിലവിളിക്കുകയാണെന്ന് വിശുദ്ധനായ പേതൃപ്പിയെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരങ്ങൾ, ഇത് കെട്ടുകഥയല്ല, നമ്മൾ മനസ്സിലാക്കണം. ഏൽപ്പിക്കപ്പെട്ട ജോലികൾ ഉത്തരവാദിത്വത്തോടെ ചെയ്തില്ല. അവിടെ അലസനായി, അശ്രദ്ധനായി, അനാസ കാണിച്ചു, ശുഷ്കാന്തി നഷ്ടപ്പെട്ടു, അവിശ്വസതയോടെ പെരുമാറി, കർത്താവിന് വേണ്ടത്ര ആദരവ് കൊടുത്തില്ല, ബഹുമാനം കൊടുത്തില്ല. തന്മൂലം അവിടെ വലിയ മദ്യപിച്ച്, ലക്കുകെട്ട്, വ്യഭിചാരം ചെയ്ത്, അല്ലെങ്കിൽ ആഘോഷം നടത്തി കഠിനമായ മാരകപാപത്തെ ജീവിച്ച ഒരു യുവ സന്യാസി ആയിരുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം. കൊച്ചു തെറ്റുകൾ അദ്ദേഹം വരുത്തുകയാണ്. പക്ഷെ ഇതിൻ്റെ പേരിൽ നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാനുള്ള യോഗ്യതയില്ല. അന്തിമ ശുദ്ധീകരണത്തിന് വേണ്ടി അദ്ദേഹം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യം അനുവദിക്കുകയാണ് വിശുദ്ധനായ പേതൃപ്പിയുടെ പ്രാർത്ഥന ചോദിക്കാനായിട്ട്. സഹോദരങ്ങളെ, നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളെന്താ തിരിച്ചറിയേണ്ടത്? പരിപൂർണമായ വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അത് കർത്താവിൻ്റെ നീതിയുടെ പ്രവർത്തനമാണ്. അപ്പോൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ എന്തോരം പ്രാർത്ഥിക്കണം സഹോദരങ്ങൾ. നമ്മളവരെ സ്നേഹിക്കണ്ടേ? നമ്മളവരെ മറക്കുന്നത് ശരിയാണോ? ഇന്ന് ഏറ്റവും അധികം അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ശുദ്ധീകരണ ആത്മാക്കൾ. നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ അപ്പനാകാം, അമ്മയാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, സഹോദരങ്ങളാകാം, പ്രിയപ്പെട്ടവരാകാം, ഉറ്റവരാകാം, ഉടയവരാകാം, ബന്ധുമിത്രങ്ങളാകാം, ഉപകാരികളാകാം, സ്നേഹിതരാകാം. നമ്മളവരെ ഓർക്കാറുണ്ടോ? എന്നും സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? അവർക്ക് വേണ്ടി നമ്മുടെ സഹനങ്ങൾ കാഴ്ചവെക്കാറുണ്ടോ? അവർക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? അവർക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി നിലവിളിച്ച് നമ്മൾ യാചിക്കാറുണ്ടോ? എന്റെ സഹോദരങ്ങളെ, നാം നമ്മോട് തന്നെ ചോദിക്കണം, നമ്മൾ എന്തുമാത്രം അവരെ അവഗണിച്ച് കളയുന്നു. ഇന്ന് ഏറ്റവും അധികം അവഗണിക്കപ്പെടുന്നത് ശുദ്ധീകരണാത്മാക്കളാണ്. രണ്ടാമത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അത് വലിയ അനീതിയല്ലേ പ്രിയപ്പെട്ടവരെ? അത് വലിയ അനീതിയല്ലേ? നന്നായി വിശക്കുന്നൊരു വ്യക്തിക്ക് നമുക്ക് ആ വ്യക്തിക്ക് ആഹാരം കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സാധ്യതകളും ഉണ്ടായിട്ടും ആ വ്യക്തിയുടെ വിശപ്പകറ്റാതെ കാണാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന വലിയ അനീതിയും ക്രൂരതയുമാണ്. നമ്മൾ ചെയ്യേണ്ട നന്മകൾ ചെയ്യാതെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഏറ്റവും വലിയ നന്മയാണ് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഒരു ശുദ്ധീകരണ ആത്മാവിനെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. വലിയ നന്മയാണ് സഹോദരങ്ങളെ. എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയാണത്. ഏറ്റവും വലിയ നന്മ. ഞാനത് വിശ്വസിക്കുന്നു. നമ്മുടെ വീട്ടിലെ വളർത്തുന്ന ഏതെങ്കിലും ഒരു മൃഗം, ചില പശുവാകാം, അല്ലെങ്കിൽ ആടാകാം,
മറ്റേതെങ്കിലും വളർത്തുമൃഗങ്ങളാകാം. ഒരു കുഴിയിലും മറ്റെന്തെങ്കിലും വീണുപോയാൽ അതിനെ അതിൽ നിന്ന് കരകയറ്റുവാൻ നമ്മൾ കഷ്ടപ്പെടും, നമ്മൾ പരിശ്രമിക്കും. എന്ത് ത്യാഗം എടുത്ത് നമ്മൾ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി നമ്മൾ ആ മൃഗത്തെ ആ കുഴിയിൽ നിന്ന് കയറ്റും. അങ്ങനെയാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന അതികഠോരമായ വേദനകളിലൂടെ, സഹനങ്ങളിലൂടെ, യാതനകളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി, നിത്യസൗഭാഗ്യ പ്രവേശനത്തിന് വേണ്ടി നമ്മൾ എന്തുമാത്രം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ നിലവിളിക്ക് രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളോട് ദയ കാണിക്കണമേ. ഓരോ ശുദ്ധീകരണ ആത്മാവും വേദനയോടെ നമ്മെ നോക്കി, ഈ സമരസഭയിലായിരിക്കുന്ന എന്നെയും നിങ്ങളെയും നോക്കി നിലവിളിക്കുക, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥനകള്, നിങ്ങളുടെ സഹനങ്ങള്, നിങ്ങളുടെ കണ്ണുനീരുകള് ഞങ്ങൾക്ക് നൽകണമേ. ഈ യാതനയുടെ സ്ഥലത്ത് നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പറഞ്ഞ് ശുദ്ധീകരണ ആത്മാക്കൾ നിലവിളിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ നിലവിളി ഞാനും നിങ്ങളും കേൾക്കാതെ പോകരുത്. വിശുദ്ധനായ ജോൺ മരിയ വിയാനി താൻ നടത്തിയ ഒരു പ്രധാന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകളുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ അത് വായിക്കണം. ശുദ്ധീകരണാത്മാക്കൾ നമ്മളെ നോക്കി നിലവിളിക്കുന്ന നമ്മുടെ മാതാപിതാക്കളാകാം, ജീവിത പങ്കാളിയാകാം, സഹോദരി സഹോദരങ്ങളാകാം, നമ്മുടെ പ്രിയപ്പെട്ടവരാകാം, നമ്മൾ ഉറ്റവരും ഉടയവരും നമ്മുടെ സ്നേഹിതരാകാം. അവർ ഇന്ന് നമ്മെ നോക്കി വിളിക്കുക, ഞങ്ങളോട് ദയ കാണിക്കണമേ, ഈ പീഡകളുടെ സ്ഥലത്ത് നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. ഒന്നേറ്റു പറഞ്ഞ് ഒരുമിച്ച് വായിക്കാം. ഓ എൻ്റെ സഹോദരങ്ങളെ, ഈ പീഡകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, നിങ്ങൾക്കിത് ചെയ്യാനാകും. ദൈവത്തിൽ നിന്ന് വേർപിരിഞ്ഞതിന്റെ ദുഃഖം നിങ്ങൾ അനുഭവിച്ചാൽ മാത്രം ക്രൂരമായ വേർപിരിയിലാണിത്. ഒരു വേദനയോടെ പറയും. ഓരോ ശുദ്ധീകരണ ആത്മാവും വേദനയോടെ പറയുന്ന അവരുടെ ഏറ്റവും വലിയ വേദന എന്താ? കർത്താവിന്റെ സാന്നിധ്യം പൂർണ്ണമായി അനുഭവിക്കാൻ പറ്റുന്നില്ല, കർത്താവിന്റെ തിരുമുഖം കണ്ട് അവിടുത്തെ ആരാധിക്കാൻ പറ്റുന്നില്ല. ശുദ്ധീകരണ സ്ഥലത്ത് ആയിരിക്കുന്ന ഓരാത്മാവിൻ്റെയും ഏറ്റവും വലിയ വേദന അതാണ് സഹോദരങ്ങളെ, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്തത്. ശുദ്ധീകരണ ആത്മാക്കളെ വേദനയോടുകൂടി പറയുക, ക്രൂരമായ വേർപിരിയിലാണിത്. ദൈവനീതിയാൽ എരിയുന്ന അഗ്നിയിൽ കത്തുക എന്നത്. എൻ്റെ മക്കളെ, നമ്മുടെ മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അപ്പനാകാം അമ്മയാകാം, മക്കളായി നമ്മെ നോക്കി വിളിക്കുക, അവരെ വിളിക്കുക. ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് വിളിക്കുന്നുണ്ട്, എൻ്റെ മക്കളെ, ഈ അപ്പനെ നിങ്ങൾ സഹായിക്കേ, ഈ അമ്മയെ നിങ്ങൾ സഹായിക്കേ. അപ്പന്മാരെ, മരിച്ചുപോയ മക്കളുണ്ട്. എത്ര മാതാപിതാക്കളുടെ മക്കൾ പലപ്പോഴും മരിച്ചു പോയിരിക്കുന്നു. അപകടത്തിൽപ്പെട്ട് പല വിധങ്ങളിൽ രോഗങ്ങൾ വന്ന് പല കാരണങ്ങളാൽ മരണപ്പെട്ടു പോയ മക്കള്. ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ഈ മക്കള് മാതാപിതാക്കളെ നോക്കി വിളിക്കുക, എൻ്റെ അപ്പ, എൻ്റെ അമ്മേ, എൻ്റെ അപ്പ, എൻ്റെ അമ്മേ. അപ്പന്മാരെ, അമ്മമാരെ, വിശുദ്ധനായ ജോൺ മരിയ വിയാനി പറയേ, കരയുക. ഇത്ര എളുപ്പത്തിൽ ഞങ്ങളെ മറക്കാൻ നിങ്ങൾക്കാകുമോ? ഇത്ര എളുപ്പത്തിൽ ഞങ്ങളെ മറക്കാൻ നിങ്ങൾക്കാകുമോ? ഈ ജീവിതത്തിന്റെ വ്യഗ്രതയിൽപ്പെട്ട്, ഈ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിലും ആഗ്രഹങ്ങളിലും പെട്ട് ശുദ്ധീകരണ ആത്മാക്കളെ നമ്മൾ അവഗണിച്ച് കളയരുതേ. അവരോട് ദയ കാണിക്കാതെ നമ്മൾ ഹൃദയകാഠിന്യത്തോടെ പെരുമാറരുത്. ശുദ്ധീകരണ ആത്മാക്കൾ നിലവിളിക്കുകയാണ്. എന്താ അവർ പറയുന്നത്? നിങ്ങളെ വളരെ സ്നേഹിച്ച ഞങ്ങളെ ഈ അഗ്നിക്കിടക്കയിൽ വിട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ സുഖമഞ്ചങ്ങളിൽ വിശ്രമിക്കാനാകും? അഗ്നിക്കിടക്കയിൽ വിട്ട്. ശ്രദ്ധിക്കണം നിങ്ങൾ, സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളിലൂടെയും പരിശുദ്ധ വചനത്തിന്റെ സ്ഥിരീകരണങ്ങളിലൂടെയും സഭയിലെ വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യങ്ങളിലൂടെയും
ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നിയെക്കുറിച്ച് നമ്മൾ കണ്ടു. ഈ അഗ്നിക്കിടക്കിയിൽ ഞങ്ങളെ വിട്ട് നിങ്ങൾക്ക് എങ്ങനെ സുഖമായി സന്തോഷമായി ജീവിക്കാം? നിങ്ങൾ എങ്ങനെ വിശ്രമിക്കും? ഞങ്ങളെ അവഗണിച്ച്, ഞങ്ങളെ മറന്ന്, ഞങ്ങളെ വിസ്മരിച്ച്, ഞങ്ങൾ നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങൾ ഓർക്കാതെ ഈ അഗ്നിക്കിടക്കിയിൽ നിങ്ങൾ ഞങ്ങളെ തള്ളിവിട്ടിരിക്കുകയാണോ? സഹോദരങ്ങളെ, ശുദ്ധീകരണ ആത്മാക്കൾക്ക് ഇനി അവർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. നമുക്കറിയാം, അനുദപിക്കുവാനോ മാനസാന്തരപ്പെടുവാനോ ദൈവത്തിന്റെ കാരുണ്യത്തിന് വേണ്ടി അവർക്കായി തന്നെ പ്രാർത്ഥിക്കുവാനോ യാചിക്കാനോ ഒന്നും പറ്റത്തില്ല. സഹോദരങ്ങളെ, വേദനയോടെ ഓരോ ശുദ്ധീകരണ ആത്മാവും നമ്മോട് ചോദിക്കുകയാണ്, ഈ അഗ്നിക്കിടക്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ തള്ളിവിട്ടിരിക്കുന്നു? വിശുദ്ധനായ ജോൺ മരിയ വിയാനി ചോദിക്കുക. ആ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമാണത്. അവസാനം എന്താ പറയുന്നത്? രാവും പകലും ഞങ്ങൾ ഇവിടെ സഹിക്കുകയും വിലപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ചും സന്തോഷിച്ചും നടക്കാൻ ധൈര്യപ്പെടുന്നത് എങ്ങനെ? നിങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്ത്, ഞങ്ങളുടെ വീട് ഇവയുണ്ട്. ഞങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ അനുഭവിക്കുന്നു. നമ്മുടെ മാതാപിതാക്കൾ അധ്വാന ഫലമാണ് നമ്മൾ ഇന്ന് പലപ്പോഴും അനുഭവിക്കുന്നത്. അവർ ചോദിക്കുക, എന്നിട്ട് ഈ പീഡകളുടെ സ്ഥലത്ത് ഞങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ഈശോ, ചങ്കിന്റെ അകത്തേക്ക് തുളച്ചു കയറണം ഈ ചോദ്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലേക്ക് ഇത് തുളച്ചു കയറണം. അവർ ചോദിക്കുക, നിങ്ങൾ ഞങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ഞങ്ങളെ ഉപേക്ഷിക്കരുതേ, ഞങ്ങളോട് ദയ കാണിക്കണമേ. ഒരു സ്വർഗസ്ഥനായ, ഒരു നന്മ നിറഞ്ഞ മറിയം, ഒരു കൊച്ചു ത്യാഗപ്രവൃത്തി പരിശുദ്ധ കുർബാന ഏർപ്പെടുത്ത അവരെ ഒന്ന് ഓർക്കുക. നമ്മുടെ അനുദിന ജീവിതത്തിൽ കൊച്ചു കൊച്ചു സഹനങ്ങൾ കാഴ്ചവെക്കുക. എന്നും അവരെ ഓർക്കണം. ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകരുത്. അവർ ചോദിക്കുകയാണ്, അതിൻ്റെ അവസാനം നിങ്ങൾ ശ്രദ്ധിച്ച്, ഞങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ഒരു ദാനധർമ്മം പോലുമില്ലാതെ, ഞങ്ങളെ സഹായിക്കുന്നൊരു വിശുദ്ധ ബലിയില്ലാതെ ഞങ്ങളുടെ കാരാഗ്രഹം തുറക്കാൻ നിങ്ങൾക്കാകും. പക്ഷേ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. ഓ, എത്ര ഭീകരമാണ് ഈ സഹനങ്ങൾ! എത്ര ഭീകരമാണ് ഈ സഹനങ്ങൾ! നിത്യപിതാവേ, കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ. നിൻ തിരുസുധനാ ഈശോ വഴിയാ കൈക്കൊള്ളണമേ പ്രാർത്ഥനകൾ. ഈശോയെ കൈക്കൊള്ളണമേ പ്രാർത്ഥനകൾ. എന്റെ സഹോദരങ്ങളെ, ശുദ്ധീകരണ ആത്മാക്കൾ നമ്മൾ സ്നേഹിക്കണം. പറയുമ്പോൾ കണ്ണ് നിറയാണ് സഹോദരങ്ങളെ. നമ്മൾ ഒരുപാട് അവരെ സ്നേഹിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവരാണ് അവരെ മറന്ന് ജീവിക്കരുത്. അവരെ നമ്മൾ അവഗണിക്കരുത്. അവരെ നമ്മൾ ഉപേക്ഷിക്കരുത്. എന്തുമാത്രം നന്മകളും അനുഗ്രഹങ്ങളും അവരിൽ നിന്ന് ഏറ്റുവാങ്ങിയവരാണ് നമ്മൾ. അത് വിസ്മരിച്ച് നമ്മൾ ജീവിക്കരുതേ. ഞാനൊരു കാര്യം പറയാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ടീം ഷെക്കേനയോട് ബന്ധപ്പെട്ടും ഷെക്കേന മിനിസ്ട്രീസിനോടൊക്കെ ബന്ധപ്പെട്ട് ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വലിയ ബന്ധമുണ്ട്. പ്രിയപ്പെട്ടവരെ, വളരെ വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ഈ ശുദ്ധീകരണ ആത്മാക്കളിലോ ശുദ്ധീകരണ സ്ഥലത്തോ വലിയ വിശ്വാസമുണ്ടായിരുന്നില്ല. ഞാൻ തുറന്ന് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. എനിക്ക് വലിയ ബോധ്യങ്ങളോ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലായിരുന്നു. കാരണം ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് പടിപടിയായി ആ ബോധ്യങ്ങളിലേക്കും ആ സത്യങ്ങളിലേക്കും അത്ഭുതകരമായി കർത്താവ് നയിച്ചു. ഞാൻ വിശ്വസിക്കുന്നു അത് കർത്താവിൻ്റെ കാരുണ്യമായിരുന്നുവെന്ന്. കർത്താവിൻ്റെ കാരുണ്യമാണ്. ശുദ്ധീകരണ ആത്മാക്കളുടെ പ്രാർത്ഥനയിലൂടെ, ശുദ്ധീകരണ ആത്മാക്കളുടെ മധ്യസ്ഥതയിലൂടെ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിന്മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, ടീം ഷെക്കേനയുടെ മേൽ, ഷെക്കേന ന്യൂസിൻ്റെ മേൽ, ഷെക്കേന മിനിസ്ട്രീസിൻ്റെ മേൽ അത്ഭുതകരമായ കൃപകൾ കർത്താവ് വർഷിക്കപ്പെടുവാൻ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ കഴിയും.
ഈ ഷെക്കൻ ന്യൂസിൻ്റെ ആരംഭ നാളുകളിൽ ഞാൻ പലപ്പോഴും അത് പങ്കുവെച്ചിട്ടുള്ളതാണ്. നമുക്കിവിടെ ഈ മീഡിയ കോംപ്ലക്സിൽ ഒരു കിണറുണ്ട് എൻ്റെ സഹോദരങ്ങളെ. അതിനുശേഷം വലിയൊരു കുഴൽ കിണർ കുത്തുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ കുഴൽ കിണർ കുത്തുകയാണ്. 400 അടി അടിച്ചു. വലിയ കുഴൽ കിണറാണ്. ഈ പാറപ്പൊടി ഇങ്ങനെ തൂളി തൂളി വരുന്നു എന്നല്ലാതെ ഒരു മണ്ണിൻ്റെ നനവ് പോലുമില്ല. കുഴൽ കിണർ അടിക്കുന്നവർ പറഞ്ഞു, ഇനി ഇവിടെ അടിക്കണ്ട, ഒരു പ്രയോജനമില്ല, വെറുതെ കാശ് കളയാണ്. അവർ പണി നിർത്തി പോകാൻ ഒരുങ്ങുന്ന സമയം, ഞാൻ ആ സമയത്ത് സ്ഥലത്തില്ല, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള യാത്രയിലാണ്. ഇവിടുന്ന് ടീം അംഗങ്ങൾ വിളിച്ചു പറഞ്ഞു, ബ്രദറെ അവർ പണി നിർത്താൻ പോവാണ്. 450 അടിയോളം അടിച്ചു, ഒരു വഴിയും കാണുന്നില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്, നീ ശുദ്ധീകരണാത്മാക്കളെ മാധ്യസ്ഥം തേടുക, നീ ശുദ്ധീകരണാത്മാക്കളെ മാധ്യസ്ഥം തേടുക. എനിക്ക് മനസ്സിലായി, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ശുദ്ധീകരണ ആത്മാക്കളുടെ ബന്ധത്തിലും ശുദ്ധീകരണ സ്ഥലത്തും ഉള്ള എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ കർത്താവ് ചെയ്തൊരു പ്രവൃത്തിയാണ്, കർത്താവ് അനുവദിച്ചൊരു കാര്യമാണെന്ന്. എൻ്റെ ശുദ്ധീകരണ ആത്മാക്കളെ സഹായിക്കണമേ. നിങ്ങളുടെ സഹന ബലിയോട് ചേർന്ന്, നിങ്ങളുടെ സഹനങ്ങളോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, സഹായിക്കണേ എന്ന് പറഞ്ഞ് ഒരു 1-2 മിനിറ്റ് നേരം ഈശോയെ സ്തുതിച്ചുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവർ, പെട്ടെന്നൊരു ഫോൺ കോൾ വരികയാണ്, ബ്രദറേ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. വെള്ളം അതിശയകരമായി അടിയിൽ നിന്ന് ചീറ്റി അടിച്ച് വന്നിരിക്കുന്നു. വലിയ അത്ഭുതം നടന്നിരിക്കുന്നു. ഈ കുഴൽ കിണർ അടിച്ചവർ പറഞ്ഞു, ഇത് അസാധ്യമായൊരു കാര്യമാണ്, എന്താ അവിടെ സംഭവിച്ചത് ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. മീഡിയ കോംപ്ലക്സ് അതിന് നിർമ്മാണ പ്രവർത്തനങ്ങളിലും ഇന്നും ഇവിടത്തെയുള്ള അനുദിന പ്രവർത്തനങ്ങളിലൊക്കെ ആ വെള്ളം ധാരാളമായിട്ട് ഉപയോഗിക്കും. ഇഷ്ടംപോലെ വെള്ളമാണ് സഹോദരങ്ങൾ. കിണറ്റിലും അതുപോലെ നല്ല വെള്ളം, തെളിഞ്ഞ വെള്ളം കർത്താവ് തന്നിരിക്കുകയാണ്. 100 അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്താനുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മളവരെ സ്നേഹിക്കണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ സഹനങ്ങൾ, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രക്ഷാകര സഹനം എന്നുള്ള ആ ശ്ലൈഹിക ആഹ്വാനം സഭയ്ക്ക് സമ്മാനിച്ചതാണ്. 1984 മാർപ്പാപ്പ അത് സഭയ്ക്ക് സമ്മാനിച്ചത്. ഈ അപ്പോസ്തലിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് പറയുന്ന മനോഹരമായൊരു വാക്കുണ്ട്, നമ്മുടെ സഹനങ്ങൾ എങ്ങനെ രക്ഷാകരമാക്കി മാറ്റാം. കുരിശിൻ്റെ സാക്ഷികളും ക്രിസ്തുവിൻ്റെ ഉത്ഥാനവും സഭയ്ക്കും മനുഷ്യകുലത്തിനും പ്രത്യേകമായ സഹനത്തിൻ്റെ സുവിശേഷം കൈമാറിയിരിക്കുന്നു. വിമോചകൻ തന്നെയാണ് ഈ സുവിശേഷം എഴുതിയത്. എല്ലാറ്റിലും ഉപരിയായി ആരും നശിച്ചു പോകാതെ നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടി സ്നേഹത്തിൽ സ്വീകരിച്ച സഹനത്തിലൂടെ അവൻ്റെ ജീവവചനത്തിൻ്റെ പഠിപ്പിക്കലിനൊപ്പമുള്ളതാണ് ഈ സഹനം. ഈ സഹനം ആദ്യ തലമുറയിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും വേദസാക്ഷികളും നൂറ്റാണ്ടുകളിലൂടെ അവർക്ക് ശേഷം വന്നവരുമായ യേശുവിൻ്റെ സഹനത്തിൽ പങ്കുചേർന്നവർക്കെല്ലാം ജീവിതത്തിൽ വലിയൊരു സമ്പന്നമായ ഉറവിടമായി ഇത് അവശേഷിക്കുകയാണ്. രക്ഷാകരമായ സഹനത്തെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കുടുംബജീവിതത്തിൽ, സന്യാസ ജീവിതത്തിൽ, വൈദിക ജീവിതത്തിൽ ഇഷ്ടംപോലെ സഹനങ്ങൾ നമുക്കുണ്ട്. ഈ സഹനങ്ങളും നഷ്ടപ്പെടുത്തരുത്. ഓരോ സഹനവും കൃപയായി സ്വീകരിച്ച് പ്രത്യേകിച്ച് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുക, സ്നേഹത്തോടെ കാഴ്ചവെക്കുക. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സഹിക്കാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ ശുദ്ധീകരണ ആത്മാക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടി സഹിക്കാൻ, അവർക്ക് വേണ്ടി ത്യാഗമെടുക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി മുട്ടുമടക്കാൻ, അവർക്ക് വേണ്ടി കൈവിരിക്കാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ. നമുക്ക് സന്തോഷമുള്ളൂ. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ ചെയ്യണം. ജീവിതത്തിലെ ഓരോ സഹനവും കൃപയായി പിറുപിറുത്തും പരാതി പറഞ്ഞ സഹനങ്ങളെ അവഗണിച്ച് കളയരുത്. എല്ലാം രക്ഷാകരമാറ്റി ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുക. ഒരു ആത്മാവ് പോലും നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഈ സത്യം മനസ്സിലാക്കി ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിക്കുക. ഈ നവംബർ മാസത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് അവസാന ശ്വാസം വരെ നമ്മൾ അവരെ സ്നേഹിച്ചാൽ അവർ പ്രത്യുപകാരം ചെയ്യും. നമ്മുടെ മരണനേരത്ത്, നമ്മുടെ അന്ത്യ വിനാഴികയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളിലൊക്കെ അവരുടെ മാധ്യസ്ഥം, അവരുടെ സഹായം നമുക്ക് തുണയാകും, നമുക്ക് അനുഗ്രഹമാകും, നമുക്ക് സംരക്ഷണമാകും. ഒരു സംശയം വേണ്ട പ്രിയപ്പെട്ടവരെ. നമ്മൾ അവരെ സഹായിച്ചാൽ 10 ഇരട്ടിയല്ല 1000 ഇരട്ടിയായി അവർ നമ്മെ സഹായിക്കും. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ.